ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ്, എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആകാം, കമ്പ്യൂട്ടർ ആവാം, വണ്ടികളാവാം, വാഷിംഗ് മെഷീൻ ആവാം, അങ്ങനെ എന്തൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് ഈ പ്രൊഡക്റ്റ് പുതിയ പ്രൊഡക്റ്റ് ആണോ, ടെക്നോളജി വൈസ് ഇത് പുതിയതാണോ. ഇനി എന്നെ പോലുള്ളവർ വാങ്ങിക്കുന്ന സമയത്ത് ഫീച്ചേഴ്സ് നോക്കും, ഒരുപാട് ഫീച്ചേഴ്സ് കുത്തി നിറച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ നോക്കും. ഈ ഫീച്ചേഴ്സ് എല്ലാം കൂടെ നമ്മൾ ഉപയോഗിച്ചോളണമെന്നില്ല, പലതും നമ്മൾ അറിയാമെങ്കിലും അതൊന്നും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യില്ല. വെറുതെ ഒരു ഫീച്ചർ മൊബൈലിലാണെങ്കിലും വണ്ടിയിലാണെങ്കിലൊക്കെ ഉണ്ടാവും. എന്നാൽ മറ്റു ചിലർ എത്ര ക്യാഷ് കൊടുത്തിട്ടാണെങ്കിലും ശരി നല്ലൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് എടുക്കാമെന്ന് ചിന്തിച്ച് അതിൻ്റെ പിറകെ പോകുന്നവരുണ്ട്. നല്ല ബ്രാൻഡ് വാല്യൂ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ്സ് കുറയാം, ഇതിൻ്റെ ലൈഫ് സ്പാനുകൾ കൂടാം. അതിനൊക്കെ പുറമെ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് അല്ലേ, അതിന് നമുക്ക് നല്ലൊരു സർവീസ് കിട്ടുമല്ലോ എന്നുള്ളതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ആൾക്കാർ ഓരോ പ്രൊഡക്റ്റും വാങ്ങിക്കുന്നത്. പക്ഷേ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറയട്ടെ, കമ്പനികളൊക്കെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന സമയത്ത് അവരുടെ സെയിൽസിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ സർവീസിൻ്റെ സെക്ഷൻ വരുന്ന സമയത്ത് പല കമ്പനികളും, എല്ലാ കമ്പനികളെയും മൊത്തം ആക്ഷേപിച്ച് പറയുന്നില്ല, ചില കമ്പനികൾ സർവീസ് വളരെ മോശമായിട്ട് തന്നെയാണ് കസ്റ്റമേഴ്സിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിനുണ്ടായ അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അവരുടെ കയ്യിലുള്ളത് iPhone 13 എന്ന് പറയുന്ന ആപ്പിളിൻ്റെ പ്രൊഡക്റ്റാണുള്ളത്. ഇത് രാത്രി അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്ലാക്ക് സ്ക്രീനിലോട്ട് പോവുകയാണ്. ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, ചാർജർ കണക്ട് ചെയ്ത് നോക്കുന്നു, എല്ലാ അലേർട്ടുകളും മ്യൂസിക്കുകളൊക്കെ ഫോണിൽ വരുന്നുണ്ട്. ബട്ട് ഫോൺ ഒരിക്കലും പഴയ സ്ഥിതിയിലോട്ട് ഓണായി വരുന്നില്ല. പെരിന്തൽമണ്ണ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. അവിടേക്ക് ചെല്ലുന്നു, ഇൻവോയ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അവർ ചെക്ക് ചെയ്തിട്ട് പറയുന്നു ഇതിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞു പോയിട്ടുണ്ട്, 1 വർഷവും 3 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇനി കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു റീപ്ലേസ്മെൻറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ മിക്കവാറും എന്തെങ്കിലും കാരണം കൊണ്ട് വന്നൊരു കംപ്ലയിൻ്റ് ആയിരിക്കാം. നമുക്ക് ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ iCareൽ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഒറിജിനൽ ഡിസ്പ്ലേ ഇട്ട് തരാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് മാർക്കറ്റിൽ നിന്നും കുറഞ്ഞ ഡിസ്പ്ലേ വേണമെങ്കിൽ അവർ ഇട്ട് തരാമെന്നും പറയുന്നുണ്ട്. നമ്മുടെ ഭാഗം അവർ കേൾക്കാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല. ഇത് ഫിസിക്കൽ ഡാമേജ്, നമ്മുടെ കയ്യിൽ നിന്ന് വീണിട്ട് വന്നൊരു കംപ്ലയിൻ്റ് അല്ലല്ലോ, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയി. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കതിൻ്റെ കാര്യം പറഞ്ഞു തരും, അത് എന്നെ കാരണം കൊണ്ടാണ് പോയത് എന്നുള്ളത്. അതൊന്നും അവർ പറയുന്നില്ല. അവർ പെട്ടെന്ന് ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റാനും നമ്മളോട് ഇത്ര രൂപ കൊടുക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് പിന്നീട് എനിക്ക് വിളിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരാളല്ല, എന്നാലും ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം ആപ്പിൾ കെയറിൻ്റെ ഒരു നമ്പർ എനിക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടുകയാണ്. ഈ നമ്പറിൽ ഞാൻ വിളിച്ച സമയത്ത് ഇംഗ്ലീഷ് ഹിന്ദി സപ്പോർട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത്രയും ലക്ഷങ്ങൾ വരുന്നൊരു പ്രൊഡക്റ്റ് നമ്മുടെ കേരളത്തിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ കയ്യിലുള്ള ക്യാഷ് സ്വരൂപിച്ച് വെച്ചിട്ടായിരിക്കും ഈ സ്വപ്ന ഫോണായിട്ടുള്ള ഐഫോണൊക്കെ അവരുടെ കയ്യിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതിനൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ കസ്റ്റമർ കെയറിൽ വിളിക്കുന്ന സമയത്ത് ഒരു മലയാള സപ്പോർട്ട് ഇല്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ട് എനിക്ക് തോന്നി. നമുക്കറിയാവുന്ന ഇംഗ്ലീഷൊക്കെ വെച്ച് തട്ടിമുട്ടി അവരുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അവർ നമ്മളോട് പറയുന്നത് കാലിക്കറ്റുള്ള ഹൈലൈറ്റിലുള്ള iCareൽ പോയിട്ട് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കൂ, അവരെന്താണ് ഇതിൻ്റെ റെസൊല്യൂഷൻ പറയുന്നത് നോക്കാം. ഫിസിക്കൽ ഡാമേജ് കൊണ്ട് വന്ന കംപ്ലയിൻ്റ് അല്ല, കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു കംപ്ലയിൻ്റ് ആണ് തെളിയാണെന്നുണ്ടെങ്കിൽ അതൊരു ജോബ് ഷീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തരാൻ പറയുക. ആ ജോബ് ഷീറ്റ് ഞങ്ങൾക്കൊന്ന് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ക്ലെയിം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മിക്കവാറും അത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് തന്നെ റീപ്ലേസ് ചെയ്ത് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്, വാറണ്ടി 1 വർഷവും 3 മാസവും അത് കഴിഞ്ഞിട്ടുണ്ട്, വാറണ്ടിയിൽ അല്ലെങ്കിലും ഞങ്ങൾക്ക് മാറി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ചോദിക്കുകയാണ്. കമ്പനിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു വട്ടം വൺ ടൈം റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 1 വട്ടം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് മാറി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ആ മേഡം നമ്മളോട് പറയുകയായിരുന്നു. ഈ ഒരു വാക്കായിരുന്നു നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയത്. നമ്മൾ കാലിക്കറ്റിലുള്ള ഹൈലൈറ്റിലുള്ള iCareൽ കൊണ്ടുപോയിട്ട് ഈ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറയുകയാണ് നമുക്ക് സർവീസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ 2500 രൂപയുടെ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടണം. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ മാറ്റുന്ന സമയത്ത് ഡിസ്പ്ലേയുടെ റേറ്റിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് കുറച്ച് തരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ക്യാഷ് കെട്ടിയിട്ട് അവർ ചെക്ക് ചെയ്യട്ടെ എന്ന് തന്നെ വിചാരിച്ചു. ആ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് അവർ യഥാർത്ഥ കംപ്ലയിൻ്റ് ഒന്ന് തിരിച്ചറിയട്ടെ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവർ നമ്മൾ വിളിച്ചു. ചെന്ന സമയത്ത് അവർ പറഞ്ഞു ഇതിൻ്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ട്, ഇത് എന്തുകൊണ്ട് പോയി എന്നുള്ളത് വ്യക്തമാവുന്നില്ല, നമുക്ക് ഡിസ്പ്ലേ മാറ്റിയല്ലേ, 30,000 രൂപയാണ് അതിന് ചിലവ് വരിക എന്നും പറയാണ്. ഐഫോണിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, കംപ്ലയിൻറ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ജോബ് ഷീറ്റ് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ആ ജോബ് ഷീറ്റിൽ എന്താണ് കംപ്ലയിൻറ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് നൽകും വേണം. അത് നൽകി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കമ്പനിയുടെ ഭാഗത്തേക്ക് ഇത് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ കമ്പനി വൺ ടൈം റിസപ്ഷനിൽ ഇത് നമ്മുടെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ മാറ്റി തരാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവിടെ പറയുകയാണ്. അപ്പോൾ അവർ പറയുകയാണ് അങ്ങനെയൊന്നും നിങ്ങൾക്ക് കിട്ടില്ല, കാരണം ഇത് 1 ഇയർ വാറൻറ്റിയുള്ള പ്രൊഡക്റ്റാണ്, അത് കഴിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ ഡിസ്പ്ലേ മാറ്റിയേ പറ്റുള്ളൂ, അല്ലാതെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ജോബ് ഷീറ്റൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടും വാദിക്കുകയാണ്.
അവസാനം നല്ലൊരു വാക്തർക്കം ഉണ്ടാവുകയാണ് അവിടെ വെച്ചിട്ട്. നിങ്ങളുടെ ഈ സംസാരമൊന്നും ശരിയല്ല, ഞങ്ങളിതൊക്കെ വീഡിയോ എടുക്കും, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇടുമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ബാധിച്ച സമയത്താണ് അവർ നമ്മളോട് പറയുന്നത്, സാർ നിങ്ങളൊന്ന് അടങ്ങ്, ഞങ്ങൾ ജോബ് ഷീറ്റ് തരാമെന്ന് പറയാണ്. നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ വാങ്ങി വെച്ചു, നമുക്ക് റെസിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും ജോബ് ഷീറ്റ് നമ്മുടെ മെയിലിൽ എത്തിയിരുന്നു. പിന്നീട് കസ്റ്റമർ കെയറിൽ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു, നിങ്ങൾ ജോബ് ഷീറ്റ് അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഇൻവോയ്സ്, ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരണം. അതിന് നിങ്ങളുടെ മെയിലിലോട്ട് ഞങ്ങളൊരു മെയിൽ അയക്കാം. ആ മെയിലിന് നിങ്ങൾ 24 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് റിപ്ലൈ തരേണ്ടത്. ഞങ്ങൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കോൾ ബാക്ക്, ഇൻ്റർനാഷണൽ കോൾ ആയിരിക്കാം. അത് ഐഫോണിൻ്റെ എസ്കലേഷൻ ടീമാണ്, അവർ ഒരു ഇൻ്റർനാഷണൽ കോളായിട്ട് നിങ്ങൾക്ക് വിളിക്കും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കറക്റ്റ് ആ ടൈമിന് ഫോൺ എടുക്കണം. ആ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന് പറയുമായിരുന്നു. നമ്മൾ മെയിൽ കയറി ചെക്ക് ചെയ്ത സമയത്ത് ഐഫോണിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു മെസ്സേജ് വന്നിരുന്നു. ആ ഇമെയിൽ നമ്മൾ കയറിയ സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. അതിൽ കയറിയ സമയത്താണ് അവിടെ ആപ്പിൾ ഐഡിയും യൂസർ നെയിമും വെച്ചിട്ട് അതിൽ എൻ്റർ ചെയ്ത് കയറണം. അതിൽ എൻ്റർ ചെയ്ത് കയറിയപ്പോൾ അവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇൻവോയ്സ് കാര്യങ്ങളെല്ലാം. അതൊക്കെ നമ്മൾ ആ ജോബ് ഷീറ്റും വെച്ച് എല്ലാം വെച്ച് നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ എക്സാക്റ്റ് ടൈമിന് നമ്മൾ വിളിച്ചു. പക്ഷേ നമ്മൾ കുറച്ച് തിരക്കിലായത് കാരണം കിട്ടിയില്ല നമ്മളെ. അപ്പോൾ പിന്നീട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് കസ്റ്റമർ കെയറിൽ വീണ്ടും കോൺടാക്ട് ചെയ്ത സമയത്ത് ആ മാഡം മാറിയിട്ട് വേറൊരാളാണ് നമ്മുടെ കേസ് ഏറ്റെടുത്തത്. എന്തായാലും ആ ഏട്ടന് ആ കേസ് ചെക്ക് ചെയ്തതിന് ശേഷം 2 ദിവസത്തിന് ശേഷം ഞാൻ തിരികെ നിങ്ങളെ വിളിക്കും, എക്സാക്റ്റ് ടൈം ഇതേപോലെ പറയൂ, ഇൻ്റർനാഷണൽ കോൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അടുത്ത ദിവസം അവർ നമ്മളെ വിളിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ഇൻ്റർനാഷണൽ കോൾ ആയിരുന്നു. കറക്റ്റ് നമ്മൾ ഫോൺ എടുത്തു. നിങ്ങളുടെ പേരിൽ ഞാൻ ഒരു 1 ടൈം റിസപ്ഷൻ നോട്ടീസ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് കംപ്ലയിൻറ്റ്, ഫിസിക്കൽ കംപ്ലയിൻറ്റുകളോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്ന കംപ്ലയിൻ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് ഒരു വട്ടം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഡിസ്പ്ലേ മാറി കിട്ടാനുള്ള നോട്ടീസും കാര്യങ്ങളും ഞങ്ങളിവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് നിങ്ങൾ ഓൺലൈനിൽ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ നമ്മളെ ഓൺലൈനിൽ ലൈവായിട്ട് ഇരുത്തിക്കൊണ്ട് തന്നെ 1 ടൈം റിസപ്ഷൻ നോട്ടീസ് ഉണ്ടാക്കിയിട്ട് കാലിക്കറ്റിലുള്ള ഹൈലൈറ്റിലുള്ള ഐ കെയർ സെൻറ്ററിലോട്ട് ഇത് ഫോർവേഡ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇത് അവർക്ക് സെൻഡ് ചെയ്തിട്ട് അവിടെ റിസീവ് ആവുന്നുണ്ട്, പക്ഷേ അവരുടെ ഭാഗത്തു നിന്നൊന്നും ഒരു റെസ്പോൺസും കിട്ടുന്നില്ല. കാലിക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ള ജോബ് ഷീറ്റിൽ അവരുടെ കെയർ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ചിട്ട് ഈ കാര്യമൊന്നും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവതരിപ്പിക്കും, എന്താണ് അവരുടെ റെസ്പോൺസ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് പറയുന്നു. ആ ജോബ് ഷീറ്റിലുള്ള കസ്റ്റമർ കെയർ നമ്പറിൽ നമ്മൾ മുന്നേ വിളിച്ചിട്ടുണ്ട്, നമ്മുടെ ഫോണിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അറിയാനൊക്കെ. പക്ഷേ ആ നമ്പറിൽ വിളിച്ചിട്ടൊരു കാര്യമില്ല. ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ വേറെ ഏതൊരു സപ്പോർട്ട് കണക്റ്റ് ആവുന്നു, ഇംഗ്ലീഷ് സപ്പോർട്ടിലോട്ട്. അവിടെ നമ്മൾ കാര്യങ്ങളൊക്കെ വീണ്ടും അവതരിപ്പിച്ചിട്ട് ഒരിക്കലും അവർക്ക് നമുക്ക് കാലിക്കറ്റിലോട്ട് കണക്ട് ചെയ്ത് തരാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മൾ എന്തിനാ അയക്ക് വിളിച്ചിട്ട് കാര്യം. അപ്പോൾ അത് ഈ മാഡത്തിനോട് ഞാൻ അവർ പറഞ്ഞ സമയത്ത് തന്നെ അവതരിപ്പിച്ചു. ഇത് ഇങ്ങനെ അയക്ക് വിളിച്ചിട്ട് കാര്യമില്ല, അത് വേറെ ഭാഗത്ത് അങ്ങോട്ടൊക്കെ കണക്റ്റ് ആയി പോകുന്നത്, കാലിക്കറ്റിലോട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ഒരു സാധ്യതയില്ല. ഇനി എനിക്ക് ഡയറക്റ്റ് അവിടെ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് അവിടേക്ക് 70 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറയും. ഓക്കെ, നോ പ്രോബ്ലം, ഞങ്ങൾ തന്നെ എങ്ങനെയും അറിയിച്ചോളാം. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ നിങ്ങളെ കോൾ ബാക്ക് ചെയ്യും. അവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാം. അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരെ ഡയറക്റ്റ് ബാംഗ്ലൂരിലോട്ട് അയക്കും. ഫോൺ ഫിസിക്കൽ ഡാമേജ് ഇല്ലാന്ന് ഒന്നുകൂടി കറക്റ്റ് അവർ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ആ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. കാലിക്കറ്റിലുള്ള ഐക്യാൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലോട്ട് കണക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. എത്ര ശ്രമിച്ചിട്ടും അവിടെ നമുക്ക് കിട്ടുന്നില്ല, കണക്റ്റായി കിട്ടുന്നില്ല. വേറെ ഏതൊക്കെ സപ്പോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരൊരിക്കലും നമുക്ക് കാലിക്കറ്റിലോട്ട് കണക്ട് ചെയ്ത് തരുന്നില്ല. അവസാനം ഹൈലൈറ്റിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് കാര്യം അവതരിപ്പിച്ചപ്പോൾ അവരൊരു നമ്പർ തന്നു. ആ നമ്പറിൽ വിളിച്ചപ്പോഴും വേറെ ഏതോ ഒരു ഇംഗ്ലീഷ് സപ്പോർട്ടിലൊക്കെയാണ് പോയി എത്തുന്നത്. അവസാനം അവരോടൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് ഒരിക്കലും ഞങ്ങൾക്ക് കാലിക്കറ്റിലുള്ള അവർക്ക് കണക്ട് ചെയ്ത് തരാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടുത്തെ ഒരു മാഡം, ആ ഫോണിലുള്ള മാഡനോട് പറയുകയാണ്, സർ ശരിക്കും അവിടെ ഒരു എക്സാക്റ്റ് നമ്പർ ഇല്ല, മൊബൈൽ നമ്പർ ഇല്ല അവിടെ കണക്ട് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും കണക്ട് ചെയ്യാൻ കഴിയാത്തതെന്ന് പറയുകയാണ് അവരൊക്കെ. നമ്മൾ ഗൗരവമായിട്ടൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം ഈ ഐഫോണിൻ്റെ കെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്, തൃശ്ശൂർ അങ്ങനെ മെയിൻ സെൻറ്ററുകളിൽ മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മുടെ ടൗണുകളിലൊന്നും ഇല്ല. അപ്പോൾ 70-80 കിലോമീറ്ററൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. വാറണ്ടിയിലാവട്ടെ വാറണ്ടിയിലല്ലാതാവട്ടെ നേരാക്കാൻ. അപ്പോൾ ഈ കംപ്ലയിൻറ്റ് നേരാക്കാൻ കൊടുക്കുമ്പോഴും അവിടെ നമ്മുടെ അടുത്ത് കോഷൻ ഡെപ്പോസിറ്റ് പോലെ 2500 രൂപ വാങ്ങി വെക്കുന്നുണ്ട് ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഇത്രയൊക്കെ അവർ വാങ്ങി വെച്ചിട്ട് നമുക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യാനൊരു നമ്പർ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അവിടെ പോയാലുള്ളൂ നമ്മുടെ കംപ്ലയിൻറ്റുകൾ എന്താണെന്നുള്ളത് സ്റ്റാറ്റസ് അറിയുള്ളൂ. അപ്പോൾ എത്ര വട്ടം നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ഒരു കസ്റ്റമർ എന്നുള്ള തരത്തിൽ നമുക്ക് എത്രമാത്രം സർവീസാണ് ഇപ്പോൾ അവർ നൽകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ മെയിൽ ചെയ്ത് നോക്കി. നമുക്ക് ഇവർ മെയിൽ ചെയ്തിട്ടുണ്ടല്ലോ, അവിടുന്ന് ജോബ് ഷീറ്റ് നമുക്ക് മെയിലാണല്ലോ ചെയ്തിട്ടുള്ളത്. ആ മെയിലൊന്ന് റിപ്ലൈ ചെയ്ത് നോക്കി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, അവർ വൈകിട്ടൊരു 8-8:30 ആയപ്പോഴേക്കും നമുക്ക് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു.
നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലയിൻ്റ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിട്ടാണോ എങ്ങനെയാണോ എന്നുള്ളതൊന്നും അറിയില്ല. അവർക്ക് എങ്ങനെയൊക്കെയോ നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അവർ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു മെയിൽ അയച്ചു തന്നിട്ടുണ്ട്. 1 ടൈം റിസപ്ഷൻ നോട്ടീസിൻ്റെ പ്രകാരം തന്നെയാണ് നിങ്ങളെ കംപ്ലയിൻ്റ് ഒക്കെ ശരിയാക്കി തന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആദ്യം കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ തന്നെ ഇത് അവർ റിപ്പോർട്ട് ചെയ്തിട്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. രണ്ടാമത് വിളിച്ച വ്യക്തിയാണോ വിളിച്ച് അറിയിച്ചിട്ടായി ശരിയാക്കിയിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ പ്രൊഡക്റ്റ് കംപ്ലയിൻറ്റും ഇല്ലാതെ തന്നെ അവർ ഫുള്ളായിട്ട് ഡിസ്പ്ലേ മാറ്റിയിട്ട് സംഭവം തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ്, ഒരു ക്യാഷ് പോലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഞാൻ ആദ്യം അടച്ചു കഴിഞ്ഞാൽ 2500 രൂപ പോലും അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ചെന്ന സമയത്ത് അവർ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ സർവീസ് കിട്ടുന്നുണ്ട്. നമ്മളെ പ്രൊഡക്റ്റ് അണ്ടർ വാറണ്ടി അല്ല, വാറണ്ടി കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് പോലും നമുക്കത് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് 1 ടൈം റിസപ്ഷൻ എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഒരു വട്ടേ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ മാറി തരുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി പോയി കഴിഞ്ഞാൽ നമുക്ക് മാറിത്തരില്ല. അപ്പോൾ ഇതൊന്നും അറിയാതെ പലവരും പോയിട്ട് ഡിസ്പ്ലേ മാറ്റുന്നുണ്ടാവും പുതിയ ഫോണിൻ്റെയൊക്കെ, അണ്ടർ വാറണ്ടിയിലും വാറണ്ടി അല്ലാതെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.